നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു പഴയകാല നേതാവ് എൻ സുബ്രഹ്മണ്യൻ അങ്ങനെ ഹീറോ ആയി. കോഴിക്കോട് കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് തൊട്ടു പിന്നാലെ ഇത് വലിയ വിവാദമായി. 2 ഫോട്ടോകളാണ് എൻ സുബ്രഹ്മണ്യൻ പങ്കുവച്ചത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിക്ക് പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം ഇത് നിർമ്മിതമാണെന്ന ആരോപണമുയർന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ എന്തോ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഇന്ന് രാവിലെ എൻ സുബ്രഹ്മണ്യന്റെ വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുക്കുന്ന പോലീസ് സംഘത്തെയാണ്. ചേവായൂർ പോലീസാണ് സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത്. സുബ്രഹ്മണ്യനുമായി പോലീസ് ജീപ്പ് നേരെ സ്റ്റേഷനിലേക്ക്. ഇതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഇളകി. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമൊക്കെ ശക്തമായ പ്രതികരണങ്ങളോടെ കളം നിറഞ്ഞു. സർവമാന സമൂഹ മാധ്യമങ്ങളിലും തുടർന്ന് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രങ്ങൾ പറന്നു. വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലായി കേരള പോലീസ്. എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുക്കാൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രതിഷേധവും വിമർശനവും. മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും മിണ്ടിയാൽ അവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന അവസ്ഥയാണോ കേരളത്തിൽ? പോലീസ് സ്റ്റേഷനിലേക്ക് സുബ്രഹ്മണ്യനെ കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് ചുറ്റും നിരന്നു. വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നത്. ഇതോടെ ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ വാർത്ത നിറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ സുബ്രഹ്മണ്യൻ പങ്കുവച്ച ചിത്രങ്ങൾ വീണ്ടും വൈറലായി. സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തി എന്ന പേരിലാണ് സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ സംഗതി അടപടലം പാളുന്നു എന്ന് പോലീസ് സംവിധാനത്തിന് മനസ്സിലായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോലീസ് വിവരമറിയിച്ചു. കാര്യങ്ങൾ ഞങ്ങളുടെ പിടിവിട്ടു പോവുകയാണ്. ഈ കേസ് നിലനിൽക്കില്ല. മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ചാൽ പെട്ടെന്ന് തന്നെ സുബ്രഹ്മണ്യന് ജാമ്യം കൊടുക്കും. ചേവായൂർ പോലീസ് സ്വമേധയാ സുബ്രഹ്മണ്യനെതിരെ കേസെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്താകും കാരണമെന്ന ക്യാപ്ഷനോടെയായിരുന്നു എൻ സുബ്രഹ്മണ്യൻ ആ ചിത്രങ്ങൾ പങ്കുവച്ചത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ പോലീസ് തുടർന്ന് സുബ്രഹ്മണ്യനെ വിട്ടയച്ചു. അതും വെറുമൊരു നോട്ടീസ് നൽകി സുബ്രഹ്മണ്യനെ വിട്ടയക്കാനായിരുന്നു എങ്കിൽ എന്തിനാണ് രാവിലെ വലിയ ജീപ്പൊക്കെയായി സുബ്രഹ്മണ്യന്റെ വീട് വളഞ്ഞ് പോലീസ് സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത്? പോലീസ് സംഘം കൂട്ടിക്കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപ് മാധ്യമങ്ങളോട് സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. താൻ പങ്കുവച്ചത് യഥാർത്ഥ ചിത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്നെടുത്ത ചില ഭാഗങ്ങളാണ് ചിത്രങ്ങളായി താൻ പങ്കുവച്ചത്. പോലീസിലെ തന്നെ ഉന്നതന്റെ നിർദ്ദേശമനുസരിച്ചാണ് തുടർന്ന് സുബ്രഹ്മണ്യനെ വിട്ടയച്ചത്. സുബ്രഹ്മണ്യനെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുമെന്ന് ഇതിനിടയിൽ കെ.സി. വേണുഗോപാൽ ഭീഷണി മുഴക്കിയിരുന്നു. സുബ്രഹ്മണ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ ഇന്ന് പ്രതികരണം നടത്തിയത്. സ്വർണ്ണക്കവർച്ചാ കേസിലെ പ്രതിയായ ഡി മണി ഒളിവിലായിട്ട് മാസങ്ങൾ. എന്നിട്ടും അയാളെ പിടികൂടാൻ കഴിയാത്ത പോലീസ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ കാണിക്കുന്നത് കാട്ടുനീതിയാണ് എന്ന് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയും പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ വീഡിയോ സഹിതം പുറത്തു വന്നതാണ്. അതേ ആണ് എന്ന് പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കേണ്ട എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. സമാനമായ ചിത്രം നേരത്തെ രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരെ അറസ്റ്റ് ചെയ്തില്ല? അത് BJPയും CPMും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണ്. പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ വാ മൂടിക്കെട്ടാനാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ശ്രമിക്കുന്നതെങ്കിൽ അത് നടപ്പില്ല എന്ന് രമേശ് ചെന്നിത്തല. ഇതിനെ നിയമപരമായി നേരിടുമെന്ന പ്രതികരണമാണ് നേതാക്കൾ ഉയർത്തിയത്. രമേശ് ചെന്നിത്തലയ്ക്കും കെ.സി. വേണുഗോപാലിനുമൊക്കെ വളരെ അടുത്ത സൗഹൃദമുണ്ട് എൻ സുബ്രഹ്മണ്യനുമായി. പണ്ട് മുഖ്യമന്ത്രിയായി കരുണാകരൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കരുണാകരൻ്റെ വലങ്കൈയായി നിന്ന വ്യക്തിയാണ് എൻ സുബ്രഹ്മണ്യൻ. പണ്ട് ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന കാലഘട്ടത്തിൽ എൻ സുബ്രഹ്മണ്യനെക്കുറിച്ചുള്ള ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. അന്ന് കരുണാകരൻ്റെ വലങ്കൈയായിരുന്നു. കരുണാകരനെ കണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കണമെങ്കിൽ സുബ്രഹ്മണ്യൻ തന്നെയായിരുന്നു അന്ന് ഏറ്റവും ഉചിതമായ ആൾ. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സാധിക്കാൻ അന്ന് സുബ്രഹ്മണ്യനെ കൂട്ടി ധാരാളം വ്യവസായികളും ബിസിനസ്സുകാരുമൊക്കെ തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്തെ മുന്തിയ ഹോട്ടലിൽ താമസിക്കുന്ന സുബ്രഹ്മണ്യനെക്കുറിച്ചുള്ള നിരവധി കഥകളും അക്കാലത്ത്
തിരുവനന്തപുരത്ത് പ്രചരിച്ചിരുന്നു. തലമുടി പൊഴിയാതിരിക്കാൻ മിനർവാട്ടിൽ ബോട്ടിലുകൾ പൊട്ടിച്ച് ബക്കറ്റിൽ ഒഴിച്ചു കുളിക്കുന്ന സുബ്രഹ്മണ്യനെക്കുറിച്ചുള്ള കഥകളൊക്കെ അന്ന് നിറം പിടിപ്പിച്ചതാണോ യഥാർത്ഥമാണോ എന്ന് നമുക്കിപ്പോഴും വലിയ വ്യക്തതയില്ല. പിന്നീട് കാലക്രമത്തിൽ സുബ്രഹ്മണ്യന്റെ പ്രാധാന്യം അങ്ങ് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കരുണാകരൻ അധികാരസ്ഥാനത്തു നിന്ന് മാറിയപ്പോൾ കെ മുരളീധരനുമായി പിന്നീട് എൻ സുബ്രഹ്മണ്യന് ചില ആശയഭിന്നതകൾ. കരുണാകരന്റെ ഏറ്റവും വലിയ വലങ്കൈയായി നിന്നിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഇടമൊന്നും സുബ്രഹ്മണ്യന് കിട്ടിയില്ല. എന്നാൽ കോഴിക്കോട് രാഷ്ട്രീയത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ സുബ്രഹ്മണ്യൻ കാത്തു സൂക്ഷിച്ചു. കരുണാകരന്റെ കാലത്ത് ഒട്ടനവധി ഗൾഫ് മലയാളി ബിസിനസ്സുകാരുമായി വളരെ അടുത്ത സൗഹൃദം സ്ഥാപിച്ചിരുന്നു സുബ്രഹ്മണ്യൻ. പിന്നീട് അത്തരം ബന്ധങ്ങൾ സുബ്രഹ്മണ്യൻ തുടർന്നു. ഏറെക്കുറെ ഒതുങ്ങി വീട്ടിലും കോഴിക്കോടുമൊക്കെയായി കഴിഞ്ഞിരുന്ന സുബ്രഹ്മണ്യൻ ഒറ്റ ദിവസം കൊണ്ട് വീണ്ടും പഴയ ഹീറോ പരിവേഷത്തിലേക്ക് ഇപ്പോൾ വളർന്നിരിക്കുന്നു. അതിനാവട്ടെ കാരണക്കാരനായി മാറിയത് സാക്ഷാൽ പിണറായി. എന്നാൽ പിണറായി ഇപ്പോൾ പിടിച്ചിരിക്കുന്ന പുലിവാല് ചില്ലറയല്ല. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര അഗാധമായ ബന്ധം എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി. വിധി വൈപരീത്യം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അന്ന് സോളാർ നായികയുമായി ഉമ്മൻചാണ്ടി അടുത്തു നിൽക്കുന്ന ഒരു ഫോട്ടോ വ്യാപകമായി CPM നേതാക്കളും പ്രവർത്തകരുമൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ ചെവിക്കരികിൽ വന്ന് സ്വകാര്യം പറയുന്ന സരിതയുടെ ചിത്രങ്ങളായിരുന്നു വൈറലായത്. അക്കാലത്ത് നിർമ്മിതമെന്നൊന്നും പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് സംവിധാനങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. പിന്നീടാണ് വിപ്ലവമൊക്കെ ലോകത്ത് വന്നത്. ആ ചിത്രത്തിൻ്റെ പേരിൽ ഏറെ പഴികേട്ടിരുന്നു അന്ന് ഉമ്മൻചാണ്ടി. ആ ചിത്രമായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തി സരിത കളന്നിറഞ്ഞപ്പോഴും ആ ചിത്രം തന്നെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം. സമാനമായ തലത്തിലേക്ക് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനും നിൽക്കുന്ന ചിത്രം വലിയ തോതിൽ പ്രതിപക്ഷം ആയുധമാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചിത്രം തന്നെയാണ് എൻ സുബ്രഹ്മണ്യൻ പങ്കുവച്ചത്. ഒടുവിൽ ഇന്ന് രാവിലെ 8 മണിക്കാണ് ചേവായൂർ പോലീസ് സുബ്രഹ്മണ്യനെ വീട്ടിലെത്തി നേരെ പിടികൂടി പോലീസ് ജീപ്പിലേക്ക് കയറ്റിയത്. ഇതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വലിയ തോതിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ആരംഭിച്ചു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോസ്റ്റ് ഒഴിവാക്കാൻ സുബ്രഹ്മണ്യൻ തയ്യാറായില്ല. നേരത്തെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചു എങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ല. ഇതിനെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന് പോലീസ് വിശദീകരിക്കുന്നു. സുബ്രഹ്മണ്യന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുമെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി സുബ്രഹ്മണ്യനെ വിട്ടയക്കേണ്ടി വന്നു പോലീസിന്. ജനാധിപത്യ സർക്കാരിന് ഒരിക്കലും യോജിക്കാത്ത രീതിയാണിതെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു. ഒരു മര്യാദയുമില്ലാത്ത നടപടി. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമെടുത്ത കേസിൽ പോലീസിന്റെ ഹീനമായ നടപടിയാണ് കോഴിക്കോട് കണ്ടത് എന്ന വിമർശനങ്ങൾ ശക്തമാണ്. നേതാക്കളെയൊക്കെ പരിഹസിച്ച് പോസ്റ്റിടുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് സൈബർ സഖാക്കൾ സ്ഥിരമായി ഇത്തരം രീതികളല്ലേ പിന്തുടരുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി സംസാരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന പോലീസിൽ നിന്നാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പരിഹസിക്കുന്നു. സ്വർണ്ണക്കൊള്ളക്കേസ് അതിന്റെ മാനം അന്താരാഷ്ട്ര തലത്തിലേക്ക് മാറിയ ഘട്ടത്തിലാണ് ഇപ്പോൾ സുബ്രഹ്മണ്യന്റെ അറസ്റ്റ്. ഇതോടെ വിവാദത്തിന്റെ നെടുന്തൂണായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. വല്ലാത്ത ഒരു വിധി വൈപരീത്യം. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ ചിത്രം വൈറലാകുമ്പോൾ മറുവശത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ ചിത്രമാണ് മറ്റൊരു വൈറൽ പോസ്റ്റ്. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഓടിക്കളിക്കുന്നു. ഷിബു ബേബി ജോൺ ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഈ ചിത്രത്തിൽ ദുരൂഹതയില്ലേ എന്ന്. ദിണ്ടിഗലിലെത്തി ഡി മണിയെ പിടിക്കാൻ നിൽക്കുന്ന SIT ടീം മറുവശത്ത്. ഡി മണിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ദുരൂഹതകൾ അവിടെ നിന്ന് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വരുന്നു. ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന തെളിവുകൾ. അതിലപ്പുറം ഈ വിവാദത്തിന്റെ കേന്ദ്രബിന്ദുവായി ഇപ്പോൾ പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും മാറിയിരിക്കുന്നു. അതും ഒരു വിധി വൈപരീത്യം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ താരമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പിണറായിയും കടകംപള്ളിയുമൊക്കെ ആ പോസ്റ്റിലേക്ക് കടന്നു വരുമ്പോൾ ജനവും അയ്യപ്പ വിശ്വാസികളും പറയുന്നത് ഒന്ന് മാത്രം, എത്ര മൂടി വെച്ചാലും ഇതൊക്കെ പുറത്തു വന്നേ തീരൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.